ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു നൂർ ലേക്ക് തിരൂരിലേക്ക്. ഏറ്റവും അധികം കപ്പിൾ ഫോട്ടോഷൂട്ട്, ഷോർട്ട് ഫിലിംസ്, സേവ് ദ ഡേറ്റ്, മറ്റ് ഫോട്ടോഗ്രാഫി വർക്ക്സും മറ്റ് കൂടുതൽ ചെയ്യുന്നതും ഒഴിവ് ദിവസങ്ങളുടെ തിരൂരുകാരുടെയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുടെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ഒത്തുകൂടലിൻ്റെയൊക്കെ ഒരു 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 അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയുള്ള ഒരു സ്പോട്ടാണ് തിരൂരിലെ നൂർ ലേക്ക്. ഞാൻ ആക്ച്വലി ഇവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള ഈ നൂർ ലേക്കിൻ്റെ ഭംഗി നിങ്ങളെ പ്രേക്ഷകരെ നമ്മുടെ ചാനലിലൂടെ കാണിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാൻ പോവാണ്. നമ്മളൊരു 2-2:30 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് സാധാരണ പോലെ ഒരു സൺഡേയോ അല്ലെങ്കിൽ എന്താ പറയുക അവധി ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവായിരുന്നു. പക്ഷെ അത് എന്നിരുന്നാലും നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു വ്ളോഗ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് ഇന്ന് സാധിച്ചിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയാണ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആക്ടിങ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതും കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരും ആസ്വദിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും ഒരു ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം നമ്മുടെ തിരൂർ ഭാഗത്തുള്ളത് പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആസ്വദിക്കും എന്ന് ഞാൻ കരുതുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉണരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, ഓ തഴുകുന്ന കാറ്റിൽ താരാട്ട് പാട്ടിൻ വാത്സല്യം, രാപ്പാടിയേകും നാവേറ്റുപാട്ടിൻ നൈർമല്യം നൈർമല്യം, തളിരിട്ട താഴ്വരകൾ കാലമേന്തവേ, തണുവണി കൈകളുള്ളം മാദ്രമാക്കവേ, മുകുളങ്ങളിതളണിയേ കിരണമാം കതിരണിയേ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, ഓ
വിളിക്കുന്നു മിഴിക്കുമ്പിളി ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിനൊന്നേ കൊരുത്തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ 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 വിളിക്കുന്നു മിഴിക്കുമ്പിളി ഓരായിരം കളിത്തുമ്പികൾ. ഓ വിളിക്കുന്നു മിഴിക്കുമ്പിളി ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിതോറും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ 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 വിളിക്കുന്നു മിഴിക്കുമ്പിളി ഓരായിരം കളിത്തുമ്പികൾ. പായിപ്പാട്ടെ ഓടിവെള്ളമായൊരൻ മോഹക്കായൽ മൂടിവെള്ളമാണു നീ. പായിപ്പാട്ടെ ഓടിവെള്ളമായൊരൻ മോഹക്കായൽ മൂടിവെള്ളമാണു നീ. മുഴക്കോലു പോലും കൂടാതെന്നേ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണെ എന്നോടെന്താണീ ഭാവം. മിനുങ്ങുന്നൊരൻ നുണുങ്ങോളമേ വിളിക്കുന്നു കുമ്പിളി ഓരായിരം കളിത്തുമ്പികൾ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു വ്ളോഗല്ല. അപ്പോൾ എങ്കിലും നമുക്ക് കുറച്ചൊരു വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മുമ്പിലായിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. ചെറിയൊരു ഹാളാണ്. നമ്മൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് ഗേൾസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചു, അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. നമ്മൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. അപ്പോൾ അവർ വളരെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഈ വീഡിയോസ് എല്ലാം പകർത്തുന്ന കൂട്ടത്തിൽ അവരുടെയും ചെറിയൊരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് വളരെ ആർത്തുല്ലസിച്ചിട്ട് അവരവരുടെ എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു വലിയ ഒരു സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ്.
അടുത്ത തവണ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.